നിങ്ങൾ കൂടുതലൊന്നും എടുക്കുക. ഞാനേ ഒത്തിരി കഷ്ടപ്പെട്ട വസ്തു, എൻ്റെ സ്വർണം വരെ, എൻ്റെ സ്വർണം കൂടെ നഷ്ടപ്പെടുത്തി 7 സെന്റ് ഞാൻ തന്നെ വാങ്ങിച്ചത്, അല്ലാതെ എൻ്റെ അച്ഛൻ മാത്രം തന്ന വസ്തുവൊന്നുമല്ല ഇത്. എൻ്റെ സ്വർണവും കൂടെ, ഞാനിപ്പോൾ എൻ്റെ കയ്യിൽ ഇപ്പോൾ സ്വർണ്ണമൊന്നുമില്ല. അതാ പറഞ്ഞത്, എൻ്റെ ദേഹത്തെ ഒരു തരി പൊന്നുമില്ല. ആ സ്വർണ്ണമൊക്കെ ഞാൻ കൊടുത്ത് 7-14 സെന്റ് എൻ്റെ ഞാൻ സ്വർണ്ണം ഇട്ടുകൊണ്ട് നടക്കേണ്ടതെന്നും കൂടെ നഷ്ടപ്പെടുത്തി ഞാനും വസ്തു വാങ്ങിച്ചിട്ടുണ്ട്. അതുപോലെ അത് മാത്രമല്ല, അല്ല അതുപോലെ ഇത് കേക്ക്, അതുപോലെ ഇതും കൂടെ കേക്ക്. അതുപോലെ എൻ്റെ സ്വർണം മാത്രമല്ല, എൻ്റെ സ്വർണം പണയം വെച്ച് മണ്ണിട്ട് നികത്തുമ്പോൾ എൻ്റെ സ്വർണം വർഷങ്ങളോളം പണയം വെച്ച് എടുത്ത് മണ്ണിട്ട് നികത്തി. അതുപോലെ എൻ്റെ കാശും ഉണ്ട്, മണ്ണിട്ട് നികത്തുന്നതിൻ്റെ എൻ്റെ കാശും ഉണ്ടായിരുന്നു. അതുപോലെ ഞാനും ഒത്തിരി മണ്ണ് എല്ലായിടവും മണ്ണിട്ട് നികത്തിയപ്പോഴേ, ഓലകെട്ടിയമ്പലത്തിലുള്ള എല്ലായിടവും മണ്ണിട്ട് നികത്തിയപ്പോൾ എൻ്റെ സ്വർണം പണയം വെച്ച് കാശെടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ ഇത് കേൾക്ക, എൻ്റെ സ്വർണം പണയം വെച്ചാ കുട്ടിയുടെ പടിഞ്ഞാറേഷം എല്ലാം നികത്തിയത്, എൻ്റെ കയ്യിലെ കാശും ഉണ്ട്. ഇത് കേക്ക്. അതുപോലെ പോച്ചേരെ സോമച്ചാര് ലോറി ടിപ്പർ ഇറങ്ങി വരുന്നത് തടഞ്ഞപ്പോഴേ ഞാനും കൂടെ മണ്ണ് വെട്ടിയിട്ടുണ്ട് കേട്ടോ. ഞാനും കൂടെ മണ്ണ് വെട്ടിയാ നല്ല ശരിക്കും നികത്തിയത്. അല്ലാതെ ഓരോരുത്തർ പോയി പാലക്കാടും മധുരയിലൊന്നും ഇരുന്ന് സൂചിച്ചവളൊന്നും അല്ല. ഞാൻ നല്ല ശരിക്കും കഷ്ടപ്പെട്ടിട്ടുണ്ട് വസ്തുവിന് വേണ്ടിയിട്ട്. എൻ്റെ വസ്തു ഒന്നും ആരും ചൊറിഞ്ഞു പിടിക്കാൻ വരണ്ട ഇനി. ഞാനും നല്ല ശരിക്ക് കഷ്ടപ്പെട്ടിട്ടുണ്ട് ഒത്തിരി. നല്ല ശരിക്ക് ഞാനും നല്ല ശരിക്ക് മണ്ണ് വെട്ടിയിട്ടൊക്കെ ഉണ്ട്. അതുകൊണ്ട് എൻ്റെതിനകത്ത് ആരും ചൊറിയാൻ വരണ്ട. ഓരോ അനിയത്തിയായാലും ഏത് അനിയത്തിയായാലും അവളവിടെ വേറെ വല്ലതും പോയി കിടന്ന് ചൊറിയാൻ പറ.